വീണ്ടും വരുന്ന കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി സെലസ്റ്റിയൽ ഹാർപ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്നതിനെ സഹായിച്ച നന്മകളെയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അവസരമൊരുക്കിയ എല്ലാ ചുമതലക്കാരോടും സ്നേഹിതരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ആദ്യമേ ഞാൻ അറിയിക്കുന്നു. 2025 വർഷത്തിൻ്റെ 5-ാം മാസത്തിൻ്റെ അവസാന ഞായറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളിലൂടെയും നാം ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ദൈവം തമ്പുരാൻ നടത്തുന്ന കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. സഭയുടെ ഇന്നത്തെ ചിന്താവിഷയം ദിവ്യ സംഗീത ഞായർ എന്നതാവുന്നു. അതിലെ ചിന്താവിഷയം നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധ്യമാവും: ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം എന്നതാകുന്നു. ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം എന്നതാകുന്നു ചിന്താവിഷയം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46 മുതൽ 49 വരെയുള്ള വാക്യം ചിന്തയ്ക്കായി നാം എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാകും: എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിൻ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധവുമാവുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. കരുണവാനും കൃപ നിറഞ്ഞവനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി കാണുവാനായിട്ട് അനുവദിച്ച നന്മകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും അവിടുത്തെ ആണിപ്പഴുത കരങ്ങളിൽ താങ്ങി നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം പറയുവാനും ചിന്തിപ്പാനും ഗ്രഹിപ്പാനുമുള്ള ശക്തി ഞങ്ങൾക്ക് ഒരുപോലെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. രോഗത്താൽ, ഭാരത്താൽ, പ്രയാസത്താൽ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ സമയത്ത് കർത്താവിൻ്റെ വചനം സന്ദർശിക്കണം. കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ നിഴലിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജന്മിച്ച യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയുണ്ടായി അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ചിന്താവിഷയം ഇപ്രകാരമാവുന്നു നമുക്ക് കാണുവാനായിട്ട് സാധ്യമാവുന്നത്: ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് തണലായി, താങ്ങായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ, പാട്ടുകളെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാവും. പ്രിയമുള്ളവരെ, 3 കാര്യം മാത്രം വളരെ വേഗം ചിന്തിച്ച് നിർത്തുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കാവുന്നു. ഒന്നാമത്തെ ചിന്ത നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാകും: ആനന്ദത്തെ പുനർജനിപ്പിക്കുന്ന ദൈവിക സംഗീതം. ആനന്ദത്തെ പുനർജനിപ്പിക്കുന്ന ദൈവിക സംഗീതം എന്നാവുന്നു ഒന്നാമത്തെ ചിന്തയിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. രണ്ടാമതായിട്ട്, സഹനങ്ങളെ സാധ്യതയാക്കുന്ന ദൈവിക സംഗീതം. സഹനങ്ങളെ സാധ്യതയാക്കുന്ന ദൈവിക സംഗീതം. 3, അശരണർക്ക് അഭയമാവുന്ന ദൈവിക സംഗീതം. നമുക്ക് ദുഃഖം വരുമ്പോഴും, പ്രയാസങ്ങൾ വരുമ്പോഴും, മറ്റു പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോഴും നാം ഒരു സംഗീതം ആസ്വദിക്കുമ്പോൾ അത് നമുക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നതായി, അല്ലെങ്കിൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധ്യമാകും. ഒന്നാമത്തെ ചിന്തയിലേക്ക് വളരെ വേഗം നമുക്ക് വരാം. അവിടെ നാം ചിന്തിച്ച് എങ്ങനെയാവുന്നു: ആനന്ദത്തെ പുനർജനിപ്പിക്കുന്ന ദൈവിക സംഗീതം. സംഗീതം എന്നത് അതൊരു ദൈവദത്തമാവുന്നു. ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീത സ്വാന്തനമാകുന്നു സംഗീതം എന്നത്.
ഈ പ്രപഞ്ചം തന്നെ ഒരു സംഗീതമാവുന്നു നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. രക്ഷാ സൈന്യ സ്ഥാപകൻ ജനറൽ വില്യം ബൂത്ത് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഇന്ന് പ്രകൃതി നശിക്കുന്നത് പോലെ സംഗീതവും നശിച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്നാൽ 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഗാനങ്ങൾ ഇന്നും ആരാധനാലയങ്ങളിലും കൂട്ടായ്മ യോഗങ്ങളിലും ജനങ്ങൾ വളരെ ആർത്തിയോട് പാടി ആഘോഷിക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാണ്. നല്ല ഗാനങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല, അവ പുനർജനിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമാണ്. നല്ല ഗാനങ്ങൾക്ക് മരണമില്ല, അതെന്നും നിലനിൽക്കുന്നതായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാവും. എന്നും നിലനിൽക്കുന്ന സംഗീതത്തിന്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറുവാനായിട്ട് സാധ്യമാകണം. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാൻ. രണ്ടാമത്തെ ചിന്ത ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാവും: സഹനങ്ങളെ സാധ്യതയാക്കുന്ന ദൈവിക സംഗീതം. സഹനങ്ങളെ സാധ്യതയാക്കുന്ന ദൈവിക സംഗീതം. ദുഃഖത്തിന്റെ പാനപാത്രം എന്ന മനോഹരമായ ഗാനം നമുക്കറിയാം, ഏറെ സുപരിചിതമായിട്ടുള്ളൊരു ഗാനമാവും. ഇതെഴുതിയത് മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയാവുന്നു. തൻ്റെ മകൻ ശമൂവേൽ കുട്ടിയുടെ വേർപാടിന്റെ സമയത്തെ അദ്ദേഹം എഴുതിയ ഗാനമാവുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല എൻ്റെ ദൈവം എന്ന ആത്മവിശ്വാസം, ആ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഒരു നായകനായിരുന്നു മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി എന്ന് കാണുവാൻ സാധ്യമാണ്. ഇത് സഹനങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക സംഗീതമാവുന്ന പ്രിയമുള്ളവരെ. ഇത് മരണസമയത്ത് നാം പാടുന്ന പാട്ടാണ്. വേർപാടിന്റെ സമയങ്ങളിൽ ഭവനങ്ങളിലൊക്കെ നാം പാടുന്നൊരു പാട്ടാകുന്നു. എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാകുന്നു. അത് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതായിട്ടുള്ളൊരു ഗാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് പ്രിയമുള്ളവരെ സാധ്യമാകും. ഇതാവുന്നു സഹനങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക സംഗീതം എന്നത്. മൂന്നാമത്തെ ചിന്തയിലേക്ക് വരാം. മൂന്നാമത്തെ ചിന്തയിൽ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാകും: അശരണർക്ക് അഭയമാവുന്ന ദൈവിക സംഗീതം. 1919 ജൂലൈ 10 ഒരു ബുധനാഴ്ച നാളെന്ന് PV തൊമ്മി ഉപദേശി താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പേ തൻ്റെ ഭാര്യയെയും അവിവാഹിതരായ പെൺമക്കളെയും അരികെ വിളിച്ച് പാടിയ പാട്ടാവുന്നു എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായെന്ന പാട്ട്. എത്ര അതിശയകരമായ, എത്ര മനോഹരമായിട്ടുള്ള, എത്ര ആർത്തി പൂണ്ട ഒരു പാട്ടാവുന്നു പ്രിയമുള്ളവരെ. എത്ര പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ അദ്ദേഹം പാടിയ പാട്ടാവുന്നു. പാപത്താൽ അന്യപ്പെട്ട മാനവജാതിയുടെ രക്ഷയ്ക്കായി ക്രൂശിൽ ജീവൻ അർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തെ ധ്യാനിച്ച് എഴുതപ്പെട്ട പാട്ടാവുന്നു എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം. ഒരിക്കലും മറക്കാത്ത, എല്ലാവരും ആർത്തിയോടെ സ്വീകരിച്ച, എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈക്കൊണ്ട പാട്ടാവുന്നു എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്ന പാട്ട്. ഇതെത്രയോ അർത്ഥവത്തായിട്ടുള്ള പാട്ടാവുന്നു. ഇതൊന്നും മരിക്കുന്നില്ല. ഈ പാട്ടും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യവും പാടുമ്പോഴും ഇത് ലോകത്തിന് പുതിയ വെളിച്ചം പകർന്നു കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും. ഇത് ശരണർക്ക് അഭയമാവുന്ന ഒരു ദൈവിക സംഗീതമാവുന്നു പ്രിയമുള്ളവരെ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാകും: ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. പത്രോസ്ലീഹ എത്ര പ്രതീക്ഷയോടെ, എത്ര പ്രത്യാശയോടെ എഴുതിയിരിക്കുന്ന വാക്യമാവുന്നു. 3 കാര്യമാണ് നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. 1,
ആനന്ദത്തെ പുനർജനിപ്പിക്കുന്ന ദൈവിക സംഗീതം. രണ്ടാമത്, സഹനങ്ങളെ സാധ്യതയാക്കുന്ന ദൈവിക സംഗീതം. 3, ശരണർക്ക് അഭയമാവുന്ന ദൈവിക സംഗീതം. ഇന്ന് സഭയായ സംഗീത ഞായറായിട്ട് ആചരിക്കുമ്പോൾ സംഗീതത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം നൽകേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കും, ജീവിതത്തെ നന്മയിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധ്യമാവും. പ്രിയമുള്ളവരെ, ഈ ദൈവിക സംഗീതത്തെ ആസ്വദിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ കേട്ട വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വളരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.